ഇറാനെതിരെ യുദ്ധസാധ്യത മേഖലയിൽ സജീവമാകുന്ന സമയത്ത് ചില പ്രസക്തമായിരിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാവുകയാണ്. അതിലൊന്ന്, അറേബ്യൻ രാജ്യങ്ങൾ രണ്ടാം ഘട്ട യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആരുടെ പക്ഷം ചേരും, ആരോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ യുദ്ധം, ഇപ്പോൾ 2 മാസമായി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഏറ്റുമുട്ടലുകളും വെടിനിർത്തലും അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ കഴിഞ്ഞുപോയി. 1000-ലധികം ഡ്രോണുകളും മിസൈലുകളും അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ വിക്ഷേപിക്കുകയും ചെയ്തു. അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. മാരകമായിരിക്കുന്ന പ്രേരമേറ്റത് ഇസ്രായേലിനും അമേരിക്കയുടെ സൈനിക ബേസിനുമാണ്. ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം തകർന്ന് തരിപ്പണമായിരിക്കുന്ന നഗരങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് പടിഞ്ഞാറൻ മീഡിയയിൽപ്പെട്ട ചില റിപ്പോർട്ടർമാർ ഇസ്രായേലിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് ശേഖരിക്കപ്പെട്ട അവരടക്കം ചെയ്യാതെ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് തകർന്ന ബിൽഡിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെട്ടവരെ അടക്കം ചെയ്യുന്ന സെമിത്തേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയതിൻ്റെ റിപ്പോർട്ട് അൽ ജസീറ അടക്കം പുറത്തുവിട്ടപ്പോൾ അത് സത്യത്തിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവം ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും യുദ്ധമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ആവശ്യമില്ല, യുദ്ധം ഒഴിവാക്കണം എന്ന് അവർക്ക് താല്പര്യമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് അവർ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന സംഘബലമുള്ള സൈനിക ബലമുള്ള ഒരു സൈനിക ശക്തി ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല. യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് അത് ഇല്ലാതാക്കുക, അത് പൂർണ്ണമായ രീതിയിലെ സൈനിക ശക്തി ക്ഷയിപ്പിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം ഇല്ലാതാക്കാവൂ എന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകളെല്ലാം ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അതോടനുബന്ധിച്ച് ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്നുള്ളതും, രണ്ടാം ഘട്ട യുദ്ധം നേരിട്ട് അമേരിക്കയല്ല നടത്തുക, ഇസ്രായേലാണ് ചെയ്യുക. പിന്നീട് ഇസ്രായേൽ അതിന് പിറകെ സഹായിക്കും. ആ സഹായത്തോടനുബന്ധിച്ച് വേണമെങ്കിൽ ഇസ്രായേൽ പിന്മാറുകയും നേരിട്ട് യുദ്ധം ഇസ്രായേലും നേരിട്ട് യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിലാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും അമേരിക്കയെ അറേബ്യൻ രാജ്യങ്ങൾ സഹായിച്ചിട്ടില്ല. പക്ഷേ അറേബ്യൻ സൈനിക ബേസിൽ നിന്ന് അമേരിക്ക ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് ആക്രമണം അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധത്തോടനുബന്ധിച്ച് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ 2 ചേരിയിലേക്ക് മാറുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഖത്തറും സൗദിയും അവരുടെ നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞു, ഒരു തരത്തിലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂമിയോ ആകാശമോ കടൽ മേഖലയോ വിട്ടുതരികയില്ല. അത്തരമൊരു പ്രവർത്തനത്തോടുകൂടി ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് മാത്രമല്ല, ഇറാൻ ഒരു ശത്രുവാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളെ ശത്രുവാക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് മിതത്വം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ഒഴിവായി വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വേണമെങ്കിൽ ആക്രമിക്കാം, ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം എന്ന് അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രമുഖമായിരിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഖത്തറാണ്, രണ്ടാമത് സൗദിയാണ്. ഖത്തർ പറഞ്ഞിട്ടുണ്ട്. ബഹ്റൈൻ, കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. യുദ്ധം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ഇറാൻ തങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞിട്ടില്ല, ഇറാൻ ഞങ്ങളുടെ മിത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്ന് പോകുന്നത്. അതിൽ ശേഷിക്കുന്ന ഒമാനാണ്. ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാൻ ഏറെക്കുറെ മധ്യസ്ഥ രാജ്യമായതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ ഇറാൻ പറയാതിരുന്നതിനാൽ അതേക്കുറിച്ച് പിന്നെ ചർച്ചാ സംബന്ധമായ കാര്യങ്ങളൊന്നുമില്ല. ഏറെക്കുറെ മധ്യസ്ഥ വഹിക്കുകയും ഇറാന് വലിയ താല്പര്യമുള്ള രാജ്യവുമാണ് ഒമാൻ. ആ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശേഷിക്കുന്ന ഒരു രാജ്യം UAE ആണ്. UAE സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. UAE ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ സൈന്യത്തിന് ഇങ്ങോട്ട് UAEയിലേക്ക് പ്രവേശനം നൽകുകയും അതോടൊപ്പം തന്നെ അവരുടെ അയൺ ഡോം സംവിധാനം UAEയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇത് വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടം നൽകിയിരിക്കുന്ന കാര്യമാണ്. ഈ ഒപെക് കൂട്ടായ്മ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ എണ്ണക്കനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുള്ള സഹകരണ കൗൺസിലാണ് ഒപെക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനോട് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഈ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധ സംവിധാനത്തിൻ്റെ അവസാനത്തെ വാക്ക് എന്ന് ഇസ്രായേൽ പറയുന്ന അയൺ ഡോം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇതോടെ ഏറെക്കുറെ ഇസ്രായേലിനോടും അമേരിക്കയോടും അനുഭാവം പ്രകടിപ്പിക്കുന്ന പരസ്യമായിരിക്കും ഒരു നിലപാട് UAE എടുത്തു എന്നുള്ള സംസാരം ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട്.
കടൽ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ്. കടൽ യുദ്ധത്തിൽ അവർക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. കാര്യം എന്ന് പറയുന്നത് ഒരു യുദ്ധവാഹിനി കപ്പലിൽ നിന്ന് ഒരു വിമാനം പൊന്തി അല്ല 5-10 വിമാനം ഉയർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പറന്നു കഴിഞ്ഞാൽ പിന്നീട് ഇറാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ പുറപ്പെട്ട വിമാനത്തെ അല്ല ആക്രമിക്കുന്നത്, പുറപ്പെട്ട യുദ്ധ വിമാനവാഹിനി കപ്പലിനെ ആക്രമിക്കുന്നു. കപ്പലിനെ ആക്രമിക്കുന്ന സമയത്ത് നിശേഷം തകർക്കുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുകയോ ഉണ്ടാവും. ഇപ്പോൾ ഈ പുറപ്പെട്ട വിമാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ബോംബ് സ്ഫോടനമോ കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വരുന്ന സമയത്ത് ലാൻഡ് ചെയ്തിട്ട് ഈ കപ്പലിൽ അവർക്ക് നിർത്താൻ വേണ്ടി സാധിക്കാത്ത വിധം വിഷണ്ണമാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യുദ്ധക്കപ്പൽ സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല, യുദ്ധവിമാനങ്ങൾ കപ്പലിലുള്ള യുദ്ധവിമാനങ്ങൾ സുരക്ഷിതമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, കപ്പലുമായിട്ട് ബന്ധപ്പെട്ട സൈനികർ സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധി വിഷയമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. കരയുദ്ധം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ് 3 കപ്പൽ വന്നു, ജെറാൾഡ് ഫോർഡ് വന്നു, അബ്രഹാം ലിങ്കൺ വന്നു, ജോർജ് ബുഷ് വന്നു. 3നും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് 3ഉം ഇറാൻ്റെ ആക്രമണം വ്യത്യസ്ത സമയങ്ങളിലൊക്കെ അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് പറയുന്നത് കരയുദ്ധം ഈ ഒരു ഗുണം ചെയ്യില്ല. പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ട്. ഇനി ആകാശ യുദ്ധമാണെങ്കിലോ അതും വല്ലാത്ത രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ 16ലധികം യുദ്ധവിമാനങ്ങളെ ഇറാൻ വെടിവെച്ച് താഴ്ത്തിയിട്ടുണ്ട്. അത് 2-3 സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്ക, ബാക്കി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയാൻ സംഭവം നടന്നിട്ടില്ല എന്നല്ല അർത്ഥം. അവർ ആ കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം അംഗീകരിച്ചാൽ ഒരുപാട് വിഷയമുണ്ട്. യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് മാനസികപരമായ രീതിയിൽ വല്ലാത്ത പ്രയാസം ഉണ്ടാവും. നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ജയിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും തോറ്റുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിലും സൈനികർ ഇടപെടുന്നത് 2 തരത്തിലാണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അമേരിക്കക്ക് ഇപ്പോൾ താല്പര്യം എന്ന് പറയുന്നത് ഏതാണ്? കരയുദ്ധമാണ്. കരയുദ്ധം എന്ന് പറഞ്ഞാൽ കടൽപ്പരപ്പിൽ ഇപ്പോൾ കപ്പലുകളുണ്ട്, അത് അവിടുന്ന് കരയുദ്ധം നടക്കില്ല. അതിലെവിടെ വരണം? അമേരിക്കയിൽ നിന്ന് ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന പ്രയാസമുള്ള കാര്യമാണ്. പിന്നീട് അറേബ്യൻ ഭൂമിക കിട്ടണം. അതാണ് അവൻ്റെ വിഷയം. അറേബ്യൻ ഭൂമിക കിട്ടാൻ നമ്മളിപ്പോൾ ഖത്തറിൻ്റെ കാര്യം പറഞ്ഞു, സൗദിയുടെ കാര്യം പറഞ്ഞു, ഒമാൻ നിഷ്പക്ഷമാണെന്ന് പറഞ്ഞു, പിന്നീട് കുവൈത്തും ഈ ബഹ്റൈനൊന്നും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ശേഷിക്കുന്നത് UAE ആണ്. അങ്ങനെയാണെങ്കിൽ UAE ഭൂമി നൽകുമോ എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ UAE ഭൂമി നൽകുകയാണെങ്കിൽ പിന്നീട് നേർക്കുനേരുള്ള ഒരു യുദ്ധമായിട്ട് അത് പരിണമിക്കും. അതായത് ഇറാനും UAE തമ്മിൽ യുദ്ധമായിട്ട് പരിണമിക്കും. അങ്ങനെ വന്നാൽ ഇറാന് സൈനികപരമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി UAEക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ സഹായമില്ലാതെ സാധിക്കില്ല. അങ്ങനെ അവർ രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ UAE ആക്രമിക്കുന്നു, ഇസ്രായേലിനെ ആക്രമിക്കുന്നു, അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിക്കുന്നു. നേർക്കുനേരെ UAEയും ഇറാൻ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ആ സമയത്ത് നാശങ്ങളും നഷ്ടങ്ങളും എത്രത്തോളം ഇസ്രായേലിനുണ്ട് എന്ന് നമുക്കറിയാം, എത്രത്തോളം ഗസക്കുണ്ടെന്ന് നമുക്കറിയാം, എത്രത്തോളം ഇറാൻ ഉണ്ട് എന്ന് പറയാം. സമാനമായിരിക്കുന്ന സ്ഥിതി UAEക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വലിയ ഭയപ്പാടുണ്ട്. അതുകൊണ്ടെല്ലാം ഇതെല്ലാം കൂട്ടി വളരെ കൃത്യതയോട് കൂടി തന്നെ നോക്കുന്നത്. ഒരു യുദ്ധം പെട്ടെന്നുണ്ടാവില്ല. അതേക്കുറിച്ച് ഒരുപാട് ആലോചനകളുണ്ടാവും, ഒരുപാട് സംസാരങ്ങളുണ്ടാവും. ബന്ധപ്പെട്ട സഖ്യകക്ഷികളോട് ഈ വിവരങ്ങളെക്കുറിച്ച് അമേരിക്ക സംസാരിക്കും. അവരുടെ അഭിപ്രായം തേടും. അവരുടെ അഭിപ്രായം തേടാന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യം ചെയ്തിട്ടില്ല എന്ന് മറ്റൊരു വിഷയം. പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് അഭിപ്രായം തേടുക എന്നുള്ളത് സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതെല്ലാം ചെയ്യും എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കരമാർഗം യുദ്ധം ചെയ്താലേ കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കൂ. അത് കരമാർഗം യുദ്ധം ചെയ്യാൻ കരയുടെ കരുതണമെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ കൊടുക്കണം. അതിലൊരു UAE മാത്രമാണ് നിലപാട്. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് UAE അങ്ങനെ ഈ സൗകര്യങ്ങൾ അമേരിക്കക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം സംശയമാണ് എന്ന് കൂടിയാണ് ഈ കൂട്ടത്തിൽ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് നേർക്കുനേരെ UAEയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയുടെ താഡ് സിസ്റ്റത്തിനോ ഇസ്രായേലിൻ്റെ അയൺ ഡോമിനോ സാധിച്ചു എന്ന് വരില്ല. കാര്യം അവരുടെ രാജ്യത്ത് പോലും സാധിച്ചിട്ടില്ല. താഡ് സിസ്റ്റം സൗദി അറേബ്യയിൽ നിന്നും UAEയിൽ നിന്നും എടുത്തുകൊണ്ട് ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചൊരു സംഭവം കഴിഞ്ഞ 2025 ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം നടന്ന് 2ാമത്തെ മാസമാണ് യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ പണി ഒപ്പിച്ചതെങ്കിലും ഫലം ചെയ്തില്ല. കഠിനമായിരുന്നു ഇറാൻ്റെ പ്രതിരോധം എന്നതിനാൽ.
അപ്പോൾ ഇപ്പോൾ യു എയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഇതിനു വേണ്ടി സമ്മതം നൽകി കഴിഞ്ഞാൽ പിന്നീട് യുദ്ധത്തിൻ്റെ പാറ്റേൺ മാറും, രീതി മാറും. ഒരുപക്ഷെ ബാക്കിയുള്ള അറേബ്യൻ രാജ്യങ്ങൾ മറ്റൊരു സൈഡിലേക്ക്, അതായത് അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക്, റഷ്യയോടും ഈ ചൈനയോടും അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ യുദ്ധം ഒരു മഹായുദ്ധമായി, മൂന്നാം ലോക യുദ്ധമായി മാറാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു. പക്ഷേ അതിലൂടെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ യു എയുടെ ഭാഗത്തുനിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഈ യുദ്ധത്തിലും തീർച്ചയായിട്ടും അമേരിക്ക പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.